ചലച്ചിത്ര ലോകത്തെ പുത്തൻ ദീപമായി തിളങ്ങുകയാണ് സന്ദീപ് പ്രദീപ്. ഒരേ സമയം വില്ലനായും നായകനായും തികച്ചും സ്വാഭാവികമായി വേഷപ്പകർച്ച നടത്തുന്നു ഈ നടൻ. മറ്റ് യുവതാരങ്ങളിൽ നിന്നും സന്ദീപിനെ വ്യത്യസ്തനാക്കുന്നതും ഈ അഭിനയ മികവ് തന്നെയാണ്. തനിക്ക് ചോക്ലേറ്റ് ഹീറോ ആയി മാത്രമല്ല ശക്തനായ വില്ലനായും പരിണമിക്കാൻ സാധിക്കുമെന്ന് ഇതിനോടകം മലയാളത്തിന്റെ ഈ പുത്തൻ താരോദയം തെളിയിച്ചു കഴിഞ്ഞു. 2019 സന്ദീപ് ആദ്യമായി മലയാള സിനിമയുടെ 18ാം പടി ചവിട്ടിയത്. എന്നാൽ അതിനേക്കാൾ മുന്നേ തന്നെ ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയ രംഗത്തേക്ക് തന്റെ വരവറിയിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടേറെ ചിത്രങ്ങളിൽ സന്ദീപ് തന്റെ സാന്നിധ്യം അറിയിച്ചു. വേറിട്ട കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വഴി മറ്റു യുവതാരങ്ങളിൽ നിന്നും അഭിനയ മികവിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പുകളിലും താൻ വ്യത്യസ്തനാണെന്ന് തെളിയിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അഭിനയമാണ് തന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. 2016 പുറത്തിറങ്ങിയ ശാന്തി മുഹൂർത്തം എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത്. 18ാം പടി എന്ന ചിത്രത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ചു. അതിനുശേഷം അന്താക്ഷരി എന്ന ചിത്രത്തിലൂടെയാണ് സന്ദീപ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ഒരു സൈക്കോ ത്രില്ലർ ജോണറിൽ ഒരുക്കിയ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയായിരുന്നു സന്ദീപ് അവതരിപ്പിച്ചത്. മലയാള പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൂടുതൽ എത്താൻ സന്ദീപിനെ സഹായിച്ചത് നിതീഷ് സഹദേവന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഫാലിമി എന്ന ചിത്രമാണ്. മലയാളത്തിലെ പ്രശസ്തമായ താരനിര അണിനിരന്ന ചിത്രം ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. 2025 റിലീസായ സന്ദീപിന്റെ 3 ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തെയാണ് സന്ദീപ് അവതരിപ്പിച്ചത്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിനു വേണ്ടി നിരവധി മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരുന്നു. 2025 മെയ് മാസം റിലീസായ പടക്കളം എന്ന ചിത്രം സന്ദീപിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. മുഖത്തെ ഭാവമാറ്റത്തിലൂടെ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഒറ്റ സിനിമയിൽ അവതരിപ്പിക്കാൻ സന്ദീപിന് കഴിഞ്ഞു. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും നർമ്മ മുഹൂർത്തങ്ങളും സന്ദീപ് എന്ന അഭിനേതാവിന്റെ കയ്യിൽ ഏത് കഥാപാത്രവും ഭദ്രമാണ് എന്ന് തെളിയിക്കുന്നവയായിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലിയും പ്രമേയവും കൊണ്ട് സിനിമാ പ്രേമികളെ വളരെ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു എക്കോ. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു പുതിയ പരീക്ഷണം എന്ന് തന്നെ ഈ ചിത്രത്തെ പറ്റി പറയാൻ സാധിക്കും. സ്വാഭാവികമായ അഭിനയ ശൈലിയും കഥാപാത്രത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് സന്ദീപിന്റെ ഈ ചിത്രത്തിലെ പ്രകടനം തീർത്തും പ്രശംസനീയമായിരുന്നു. അമിത നാടകീയത ഒഴിവാക്കി കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും വികാരങ്ങളും ലളിതമായി എന്നാൽ ഫലവത്തായി അവതരിപ്പിക്കാൻ സന്ദീപിന് കഴിഞ്ഞിട്ടുണ്ട്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ കൊണ്ട് മാത്രം മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സന്ദീപിന് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. തന്റെ ഓരോ കഥാപാത്രങ്ങളിലും എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ സന്ദീപ് ശ്രമിക്കാറുണ്ട്. തന്റെ കഥാപാത്രങ്ങളെ ഗൗരവത്തോടെ സമീപിക്കുന്ന രീതിയാണ് സന്ദീപിനെ വേറിട്ട് നിർത്തുന്നത്. തന്റെ അഭിനയത്തോടുള്ള ഇഷ്ടവും കഴിവും കൊണ്ട് മാത്രമാണ് സന്ദീപ് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചത്. മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരുടെ കൂട്ടത്തിൽ ഇതാ ഒരു പുതിയ താരം കൂടി. സന്ദീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കോസ്മിക് സാംസന്റെ ചിത്രീകരണം നടക്കുകയാണ്. 2026 പകുതിയോടെ പല ഭാഷകളിലായി ചിത്രം പ്രദർശനത്തിനെത്തും എന്നാണ് സൂചന. വരാനിരിക്കുന്ന ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തമായ അഭിനയ മികവ് കൊണ്ടും കഥാപാത്ര തിരഞ്ഞെടുപ്പ് കൊണ്ടും സന്ദീപ് പ്രദീപ് എന്ന നടൻ തുടർന്നും മലയാള പ്രേക്ഷകരുടെ ഹൃദയം കവരുമെന്ന് പ്രതീക്ഷിക്കാം.